ഹായ്, എല്ലാവർക്കും നേനൂസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി മസാല ചാറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാവിൽ കൊതിയൂറുന്ന ഒരു മസാല ചാറ്റ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിന് മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഈ മസാല ചാറ്റ് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ബീച്ചിലൊക്കെ മറ്റും വാങ്ങാൻ കിട്ടുന്ന മസാല ചാറ്റാണ്. ഇതിനായി ഞാനൊരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു 1/2 കപ്പ് നിലക്കടലയാണ് ഇടാൻ പോകുന്നത്. നിലക്കടല വെച്ചിട്ടാണ് നമ്മൾ ഈ മസാല ചാറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാനിൽ നമ്മൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുമ്പോൾ മാത്രമാണ് കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നല്ലതായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് നമ്മൾ കടല വേവിച്ചാൽ മതിയാകും. അപ്പോൾ വെള്ളം നന്നായി തിളച്ചപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നിലക്കടല ഇനി ഒരു 5 മിനിറ്റ് നല്ല പോലെ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ സമയത്ത് ഈ നിലക്കടലയ്ക്ക് വേകാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ആയപ്പോൾ നിലക്കടല നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ നിലക്കടല ഇങ്ങനെ തന്നെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ്, ഉപ്പിട്ട നിലക്കടല. അപ്പോൾ ഈ വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ ആ നിലക്കടല ഒന്ന് കഴിച്ചും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി ഈ നിലക്കടലിലുള്ള വെള്ളം മുഴുവനായിട്ട് മാറ്റിയിട്ട് ഈ നിലക്കടല നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്കായിട്ട് ചെറുതായിട്ട് കുഞ്ഞാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള വേണം. അതുപോലെ തന്നെ ചെറുതാക്കി നുറുക്കിയ കുക്കുംബർ വേണം. അതുപോലെ ചെറുതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചെറുതാക്കി നുറുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ചെറുതാക്കി നുറുക്കിയ ക്യാരറ്റ്, തക്കാളി, ചെനച്ച് വന്നിട്ടുള്ള മാങ്ങ ചെറുതാക്കി നുറുക്കിയത്, കൂടെ തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു നാരങ്ങയുടെ പകുതി, ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാൻ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നല്ലപോലെ നിലക്കടലയായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മളിപ്പോൾ കടലയ്ക്ക് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പാണ് കടല തിളപ്പിച്ച സമയത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിന് മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. അതിൻ്റെ കൂടെ നമ്മളിനി ചേർക്കാൻ പോകുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ചാറ്റ് മസാലയാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത്. ഈ ചാറ്റ് മസാല നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ചാറ്റ് മസാല വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള മസാല ചാറ്റൊക്കെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കേടും വരുന്നതല്ല ചാറ്റ് മസാലയ്ക്ക്. കുറേ കാലം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കുക.
ആ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ട് ഇത് നല്ലപോലെ വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ നാവിൽ കൊതിയൂറുന്ന മസാല ചാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടിയാണ് സാധാരണ ഈ മസാല ചാറ്റ് കഴിക്കുന്നത്. ചൂടോടുകൂടി കഴിക്കാൻ തന്നെയാണ് കൂടുതൽ രുചിയും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ തണുത്ത രീതിയിലാണ് ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കാനും ഇഷ്ടമെങ്കിൽ ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.